ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് ഉമേഷ്. വെൽക്കം ടു ഗോഡ്സ് ഓൺ ഫ്രാഗ്രൻസസ്. എനിവേ, ഇത്തവണ എനിക്കിഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഫ്രാഗ്രൻസസ്, വാല്യൂ ഫോർ മണി ഉള്ള ഫ്രാഗ്രൻസസ്. അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഇഫ് യു ആർ പേയിങ് സംതിങ് ആൻഡ് കിട്ടുന്ന സാധനം അതിന് വർത്തായിട്ടുള്ള രീതിയിലുള്ള സാധനം, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ പെർഫ്യൂംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഐ എം നോട്ട് സെയിങ് ദാറ്റ് ബൈങ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഹൈ എൻഡ് പെർഫ്യൂംസ് അത് മോശമാണ് എന്നുള്ളതല്ല. ചിലപ്പോൾ നമ്മൾ മേടിക്കാറുണ്ട്. പെർഫ്യൂം അഡിക്ഷൻ്റെ ഭാഗമായിട്ട് വി ടെൻ ടു ബൈ എവറിത്തിങ് ആൻഡ് എനിത്തിങ്. ബട്ട് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുന്ന, ഇപ്പം ഞാൻ കൊടുക്കുന്ന കാശിന് പുറത്ത് എനിക്ക് ഫീൽ ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ചില പെർഫ്യൂംസ് ഹൈ എൻഡ് പെർഫ്യൂംസ് ആണെങ്കിൽ പോലും, നല്ല വിലയുള്ള പെർഫ്യൂംസ് ആണെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യിക്കാറുണ്ട്. പക്ഷേ ചിലത് നമ്മൾ എത്ര കാശ് കൊടുത്താലും ഓക്കെ എന്തിനാണ് എത്ര കൊടുത്തത് എന്ന് തോന്നിപ്പിക്കുന്ന പെർഫ്യൂംസ് ഉണ്ട്. സോ എനിവേ, വാല്യൂ ഫോർ മണി അങ്ങനത്തെ കുറച്ച് പെർഫ്യൂംസ് ആൻഡ് ഐ വാണ്ടഡ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. നമ്മുടെ ഒരു ബഡ്ജറ്റ് റേഞ്ച് വരുന്നത് ഒരു 200-250 തുടങ്ങി ഒരു 900-950 ആ റേഞ്ചിനകത്ത്, 100,000 250 to 100,000 റേഞ്ചിലാണ്. ഐ വാസ് ഹോപ്പിംഗ് ദാറ്റ് ഐ ക്യാൻ ഡു ദിസ്. അതിനുള്ളതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. സോ എനിവേ, ഐ നോ മോസ്റ്റ് ഓഫ് യു ഹാവ് സീൻ ദിസ് ബ്ലാബ്ലി ബ്ലൂ. അതൊരു ഭയങ്കര പെർഫ്യൂം എന്നുള്ളത് കൊണ്ടല്ല ഞാനിവിടെ വെച്ചത്. എനിക്ക് കിട്ടിയ റേറ്റ് അങ്ങനത്തെയാണ്. എന്തെങ്കിലും ഓഫർ ഉണ്ടായിരുന്നു. സോ ആ ടൈമിൽ ഞാനിത് മേടിച്ചത്. അതിൽ ഇത് രണ്ടും അത്യാവശ്യം യൂണിസെക്സ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം, നമ്മളൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ഇത് പ്യുവർലി ഐ വുഡ് സജസ്റ്റ് ഫോർ ഗേൾസ്. ഒരു ഓറഞ്ച് ടോണുള്ളൊരു സാധനം. എനിക്ക് അതിലോട്ട് വരാം. പെർഫ്യൂംസ് ഓക്കെ. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200-250 റേഞ്ച് തുടങ്ങി വരുന്ന പെർഫ്യൂംസ്. ഓക്കെ, ഫസ്റ്റ് തൊട്ടേ നമുക്കെന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ബ്ലാബ്ലിയിൽ തുടങ്ങണോ വേറെ ഏതെങ്കിലും ബ്രാൻഡ് തുടങ്ങുമോ? ബ്ലാബ്ലി ഓരോന്നായിട്ട് നമുക്ക് അറിയാം അല്ലേ. ബ്ലാബ്ലി ബ്ലൂ നെക്സ്റ്റ് നെയിം. ഇനി ഇത് ഓക്കെ, ഇത് ലാസ്റ്റ് പറയാം, വേറല്ലേ. ആൻഡ് ദിസ് ഓൺ ലൗഡ് റങ്കും ഹോട്ട് ആസ് ഫക്കും രണ്ട് യൂണിസെക്സ് ആണ്. അതിൽ ലൗഡ് റങ്ക് എനിക്ക് കുറച്ച് ആക്ച്വലി പേഴ്സണലി ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണ്. ഒരു മറ്റേ ബോൺ ടു സ്റ്റാൻഡ് ഔട്ട് അങ്ങനെ അടിച്ചു മാറ്റി കോപ്പി പേസ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. ബോൺ ടു സ്റ്റാൻഡ് ഔട്ടിൻ്റെ ലൈക്ക് എന്താ പറയുന്നത്, അവരുടെ വെബ്സൈറ്റ് തുടങ്ങി അവരുടെ ബോട്ടിലിന് ആ ക്വാളിറ്റി ഇല്ല. ബട്ട് സ്റ്റിൽ പക്ഷേ ഇതിൽ ബ്ലാക്ക് കറണ്ട് ലില്ലി ട്രഫിളാണ് അവർ പറയുന്ന നോട്ട്സ്. ഇതിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കറണ്ട് കുറച്ച് കിട്ടാം, ലില്ലി കിട്ടും. പക്ഷേ ട്രഫിൾ എനിക്ക് ഇതുവരെ എനിക്ക് അതിൻ്റെ അവരുടെ സാമ്പിൾ പാക്ക് എല്ലാത്തിൻ്റെയും, ലൈക്ക് അവരുടെ ഊതിൻ്റെ, അവരുടെ മറ്റേ എന്താ പറയുക മെൻസ് എല്ലാത്തിൻ്റെയും ഫുൾ സാമ്പിൾ പാക്ക് വാങ്ങിച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. സോ എല്ലാ പെർഫ്യൂമിൻ്റെയും ഇപ്പം എനിക്ക് ബ്ലൂ ബ്ലൂ ആൾമോസ്റ്റ് കാണാപ്പാടമാണ്. അവരുടെ ഭയങ്കര യുണീക്ക് പെർഫ്യൂംസ് ഒന്നും അല്ല. ബട്ട് ഉടുപ്പിൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ആൾമോസ്റ്റ് 1 to 2 days ഉടുപ്പിലിരിക്കും. നമ്മുടെ സ്കിന്നിൽ അത്രയും ലാസ്റ്റിംഗ് ഒന്നും വരാറില്ല. ബട്ട് മൊത്തത്തിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമില്ല. എനിവേ, ഇത് ഞാൻ വാങ്ങിച്ചത് അണ്ടർ 150, കാരണം 139 149 മിന്ത്രയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അവരുടെ വെബ്സൈറ്റിൽ നിന്നല്ല, മിന്ത്രയിൽ ഓഫർ വന്നപ്പോഴത്തേക്ക് ഞാൻ മേടിച്ചത്. ഇതൊരു പാക്ക് ഇത് ഞാൻ മേടിച്ചത് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ്. ഇതിന് 3 എണ്ണം ചേർത്തിട്ടാണ് ഞാൻ മേടിച്ചത്. അത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചു. ആൻഡ് ദെൻ ദിസ് ഐ ഗോട്ട് ഫ്രം മിന്ത്രയിൽ 149-150 റേഞ്ചിൽ ഇത് കിട്ടി. 30 ml ഫോർ ദാറ്റ് റേറ്റ്. ഇത് നല്ലൊരു പെർഫ്യൂം തന്നെയാണ്. ബട്ട് ഓൺലി പ്രോബ്ലം ഈസ് ദാറ്റ് ദെയർ ആറ്റമൈസർ, ഇത് 30 ml കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ എന്നാലും കണ്ടില്ല, ഒന്ന് വല്ലാത്ത രീതി വെള്ളം ഒന്ന് സ്പ്രേ, നല്ല രീതിയിലുള്ള സ്പ്രേയർ അല്ല. പിന്നെ ഇത് ലീക്കാവും, നല്ല കട്ടയ്ക്ക് ലീക്കാവും. ഇത് പിന്നെ കുഴപ്പമില്ലെന്ന് പറയും 30 ml. ഇവിടെ 100 ml ഭയങ്കരമായിട്ട് ലീക്കാവും. ഓക്കെ, ലൗഡ് റങ്കിലാണ് ഇവർ പറഞ്ഞിട്ടുള്ള എനിക്ക് പൊതുവെ എല്ലാം കിട്ടുന്നത്. അതായത് നട്ടി ഫ്ലേവർ, കാൻഡിഡ് നട്ട്സ് ആണെന്ന് ഞാൻ അത് വായിച്ചിട്ടുണ്ട്. കാൻഡിഡ് ആണോ? ഇല്ലല്ലോ, കാൻഡിഡ് തന്നെയാണ്. കാൻഡിഡ് നട്ട്സ്, ക്യാൻഡി ഫ്ലേവർ കിട്ടും, കുറച്ച് നട്ടിയും കിട്ടും. കാൻഡിഡ് നട്ട്സ് എന്നുള്ള രീതിയിലല്ല. ബട്ട് പിന്നെ സിനമൺ ഡേറ്റ്സ്, ആ രണ്ട് രീതിയിലുള്ള സാധനവും ലൗഡ് റങ്കിൽ അത്യാവശ്യം പറയുന്ന നോട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഡ്രൈ ഡൗണിന് ശേഷവും കുറച്ചൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ലാസ്റ്റ് ചെയ്യും. ഇത് ലാസ്റ്റ് ചെയ്യും ഒരു
3 hour 4 hour നിങ്ങളുടെ സ്കിന്നിലും ആൻഡ് ഡ്രസ്സിൽ 1 to 2 days വരെ മീൻ 1 day ഒക്കെ നിങ്ങൾ ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യും. സെക്കൻഡ് ഡേ നിങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ട് പോയി അടുത്ത ദിവസം രാവിലെ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ സാധനത്തിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. ഹോട്ട് ഐസ് പാക്കും ആൾമോസ്റ്റ് ആ രീതിയിൽ കിട്ടും. സോ പിന്നെ ഇതിൻ്റെ മെൻ ഉണ്ട്, ഓൾഡ് മണി, പിന്നെ മൈ വിങ് മാൻ. മെൻസിൽ എനിക്ക് അതിനുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദെൻ അവരുടെ കോട്ടൺ കിസസിനെ പറ്റി നമുക്ക് പിന്നെ പറയാം അല്ലേ. ഇനി ഏതായിരുന്നു പിന്നെ അതായത് ഗ്ലോ വിത്ത് ഫ്ലോ. ഇത് ഡ്രസ് ബെറി എന്ന് പറഞ്ഞ ഒരു ഡ്രസ്സൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അതിൻ്റെ അവരുടെ പെർഫ്യൂം ഇങ്ങനെ വില കുറച്ച് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എടുത്തതാണ്. അതിൻ്റെ അകത്ത് റിവ്യൂ കുഴപ്പമില്ലാതെ മിന്ത്രയിൽ ഇങ്ങനെ കിടക്കണുണ്ട്. ചുമ്മാ ഞാൻ എടുത്ത് നോക്കിയതാണ്. അതിൻ്റെ അകത്ത് റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. ഒരിത്തിരി കുനാഫ, പിസ്ത കുനാഫ ടൈപ്പ് ടേസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു സിട്രസി പിസ്ത എന്നൊക്കെ പറയില്ലേ, സിട്രസി പിസ്ത അല്ല, ഒരു സിട്രസി വാട്ടർമെലൺ. അതെ, നല്ല വാട്ടർമെലൺ സാധനം കുറച്ച് സിട്രസിയും കൂടെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. സിട്രസി വാട്ടർമെലൺ ഫ്ലേവർ ഈ സാധനത്തിൽ കിട്ടും. ഇത് ഒരു അണ്ടർ 300, 250 to 300 വരുള്ളൂ. ഈ സാധനത്തിന് അതിൻ്റെ പെർഫ്യൂമിന് വേണ്ടി മേടിക്കാം നമുക്ക്. അത് നല്ല മണമുള്ളൊരു പെർഫ്യൂമാണ്. ബട്ട് ലാസ്റ്റിംഗ് ബെയർലി 2 to 3 hours ലാസ്റ്റ് ടൈം ഓൺ യുവർ സ്കിൻ. ഡ്രസ്സിൽ മേ ബി ബെയർലി ഒരു 8 hours അത്രേ ഉള്ളൂ. ലാസ്റ്റിംഗ് ഇല്ല. പക്ഷേ നല്ല ക്വാളിറ്റി, ഐ മീൻ നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂമാണ്. ആക്ച്വലി നല്ല വലിയ ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഇല്ല, നല്ല പെർഫ്യൂം. ബട്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ഇനി ഡ്രസ്സോടെ ബാക്കിയുള്ളതും കൂടെ വാങ്ങിച്ച് ട്രൈ ചെയ്ത പ്രോബ്ലം. നല്ല മണമാണ് ആക്ച്വലി. മറ്റേ കുത്തലില്ല, അങ്ങനത്തെ ആൽക്കഹോളിൻ്റെ കുത്തലൊന്നും ഇല്ലാത്ത നല്ല സാധനമാണ്. ഇപ്പം നല്ല മണമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ബട്ട് ഉള്ളി പ്രോബ്ലം ഈസ് ലാസ്റ്റിംഗ് ഇല്ല. ഇതിന് ഈ ഒരു സെൻ പ്രൊഫൈലിൽ ബ്ലാബ്ലിയുടെ ലാസ്റ്റിംഗ് കൂടെ കിട്ടുന്നെങ്കിൽ ഉണ്ടല്ലോ. അതായത് ഈ ബോട്ടിലൊക്കെ ചെയ്താൽ ബ്ലാബ്ലി ബ്ലൂ ഇതിനൊക്കെ ജനറിക് ഒരു ബോട്ടിലൊക്കെ ചെയ്താൽ മതി. അവർ മറ്റേ ബോണ്ട് സ്റ്റാൻഡ് ഔട്ട് അങ്ങനെ അടിച്ച് മാറ്റാനൊന്നും നിൽക്കേണ്ടായിരുന്നു. ഇതും ആക്ച്വലി ഐ തിങ്ക് ഇവരും കുറച്ച് അടിച്ച് മാറ്റുകയാണ്. ആരെടുക്കുന്നത് മാർക്ക് ആൻഡ് സ്പെൻസറല്ല, മറ്റേ സേറയോ ഏതൊരു ബ്രാൻഡിൽ നിന്ന് ഒരു അടിച്ചു മാറ്റുകയാണെന്ന് തോന്നി. ഇത് കണ്ടപ്പോഴേ എനിക്ക് വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഭയങ്കര സിമിലാരിറ്റി തോന്നി. അത് ഞാൻ നോക്കിയിട്ട് പറയാം. എനിവേ, ദിസ് ഈസ് നോട്ട് ബാഡ്, നോട്ട് ദ ബെസ്റ്റ് ബട്ട് നോട്ട് ബാഡ്. ആൻഡ് ദെൻ മിനാര. എനിക്ക് ഈ മിനാരയിൽ ഓക്കെ ഇവരുടെ ഈ ഡേ ലൈറ്റ് ബ്ലിസ്, ഇതിൻ്റെ അത് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം എടുക്കുമ്പോഴത്തേക്ക് ഇത് 30 ml ആണ്. ഇത് 200 റേഞ്ചിലാണ് വരുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മോർണിംഗ് ഒരെണ്ണം നൈറ്റ് എന്നുള്ള രീതിയിൽ അവർ തന്നെ തരുന്നതാണ്. ഇതിൽ ഈ ഡേ ലൈറ്റ് ബ്ലിസ് എന്ന് പറയുന്ന സാധനം ഈസ് ഓക്കെ, നോട്ട് ബാഡ്. കുറച്ച് ഒരു ഓറഞ്ച് ടച്ച് വരുന്ന സാധനമാണ്. നോക്കട്ടെ. ഓക്കെ, നമ്മുടെ പണ്ട് 25 50 പൈസയ്ക്കൊക്കെ ഓറഞ്ച് മുട്ടായി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കിട്ടുമായിരുന്നു. അതിൻ്റെ ഒരു സ്മെല്ലാണ്. പ്യുവർലി അത് തന്നെയാണ്. ഇതിൻ്റെ അതൊരു ഫ്ലവറി നോട്ടൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വലിയ ഫ്ലവറി ഒന്നുമല്ല, പൗഡറി ഓറഞ്ച് സ്മെല്ലാണ്. ഓക്കെ, ആൻഡ് ഇത്രയും സിട്രസി, മറ്റേ സ്വീറ്റ് ക്യാൻഡി, പിന്നെ കുറച്ച് പൗഡറി മണം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ദെൻ ഇപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ സ്റ്റാർലെറ്റ് ഹാർമണി എന്ന് പറഞ്ഞിട്ട് നൈറ്റ് പെർഫ്യൂമുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിലാണ് വരുന്നത്. ഇത് രണ്ടും കൂടെയാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് മറ്റേ ടൈൽ ലുക്കാണ്, അത് അഴുക്ക് പറ്റിയല്ല. ഇതൊരു നമ്മളെ ബ്ലാക്കിൽ ഡിസൈനുള്ള കണക്ക് ടൈൽ കണക്കത്തെ ലുക്കാണ്, ടൈൽ ലുക്കിൻ്റെ മേലെ എഴുതിയിരിക്കുന്നത്. എനിവേ, പാക്കിംഗ് കൊള്ളാം, വലിയ ഗുണമില്ലാത്ത ക്യാപ്പ്, ബോട്ടിൽ യുണീക്കായിട്ടുള്ള നല്ല രസമുള്ള ബോട്ടിൽ. ഐ തിങ്ക് ബ്ലാബ്ലി ബ്ലൂവിനെക്കാട്ടിയും ബെറ്റർ ആറ്റമൈസറാണ് ഈ പ്രൈസിന്. ഓക്കെ, ആൻഡ് ദെൻ ലെറ്റ് മി ടേക്ക് അനദർ ടിഷ്യൂ. ഓക്കെ, ഇതിനും വലിയ ആൽക്കഹോൾ കുത്തലില്ല കേട്ടോ ഈ മിനാരയ്ക്കും. ഇവരുടെ ഈ സ്റ്റാർലെറ്റ് ഹാർമണി നമ്മുടെ പാല അറിയാമോ? നമ്മുടെ പാലമരം, അതിൻ്റെ അകത്ത് ഒരു സ്മെല്ലുണ്ട്, പാലമരത്തിൻ്റെ സ്മെല്ലുണ്ടല്ലോ. ഈ ഗന്ധർവൻ യക്ഷിയൊക്കെ വരുന്ന പാലമരമില്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ്. ആക്ച്വലി എന്താ പറയുന്നത്, നൈറ്റ് ആക്ച്വലി നല്ല രസമുള്ളൊരു സ്മെല്ലാണ്. ഇതിൻ്റെ ഒരുപാട് പൗഡറി അല്ലാത്ത സ്മെല്ലാണ്. ഇതിൻ്റെ ആ ഡേ സ്മെല്ലിൻ്റെ അകത്ത് നല്ല പൗഡറി ടച്ച് വരുമെങ്കിലും ഇതിന് ആ പൗഡറി ടച്ച് അത്രയ്ക്കില്ല. ആക്ച്വലി ഐ ലൈക്ക് ദാറ്റ് ഇറ്റ് ഡസന്റ് ഹാവ് ദാറ്റ് പൗഡറി ടച്ച്. പിന്നെ ഇതിനും ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിംഗ് ശോകമാണ്, വലുതായിട്ട് ലാസ്റ്റ് ചെയ്യില്ല.
3 hours 4 hours ബെയർലി. പിന്നെ എന്താ പറയുന്ന അത് സ്കിന്നിലല്ല, സ്കിന്നിൽ 1.5 hours മാത്രമേ എടുക്കുകയുള്ളൂ. ഈ കുറഞ്ഞ പെർഫ്യൂമൊക്കെ ആക്ച്വലി ഒരു 3-4 മണിക്കൂറൊക്കെ 3-4 മണിക്കൂറൊക്കെ മാക്സിമം, അതിൽ കൂടുതലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിലെന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് അർത്ഥം. ലൈക്ക് അവരെന്തെങ്കിലും വൃത്തിയായിട്ട് ഫിക്സേറ്റീവ്സൊക്കെ ആഡ് ചെയ്താലേ അങ്ങനെ നിൽക്കുകയുള്ളൂ. സോ ഓവറോൾ അതും കുഴപ്പമില്ല. മണത്തിന് വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ലിന് വേണ്ടി മേടിക്കാം ആ കുറഞ്ഞ പെർഫ്യൂം. പിന്നെ ഇതൊക്കെ ചെറിയ പെർഫ്യൂമാണ്, ബാഗ് ഇട്ട് യു ക്യാൻ റീഅപ്ലൈ. മറ്റേ എന്താ പറയുന്ന ചില പറയാറില്ല, ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്സ് വാങ്ങിച്ചിട്ട് അത് റീഅപ്ലൈ ചെയ്ത് അതിനെക്കാട്ടിയും 100 times ബെറ്റർ ആ പൈസയ്ക്ക് ഇതിൻ്റെ ഒരു 10-50 മേടിക്കാം. ഇതിൻ്റെയൊക്കെ ഈ ബ്രാൻഡുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരൊന്നും എനിക്ക് കൊളാബിന് പൈസ ഒന്നും തന്നിട്ടില്ല. ഐ ആം ജസ്റ്റ് സേയിങ് വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് തോന്നിയ പെർഫ്യൂംസ് ഞാൻ പറയുന്നേ ഉള്ളൂ. കോട്ടൺ കിസസ് പിന്നെ പറയാം. ഓക്കെ, എനിവേ ഗോർമാൻഡാണ് ഗോർമോണ്ട് ഫ്രാഗ്രൻസസ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഈ ഗോർമോണ്ട് ടൈപ്പ് ഫ്രാഗ്രൻസസ് ഇല്ലേ, കേക്ക്, ചോക്ലേറ്റ്, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഒരു ബഡ്ജറ്റ്. ബ്രാൻഡ് നെയിം ഈസ് ഓസ ഐ ഗസ്. ഓസ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഡിസ്കവറി കിറ്റ് കണക്കൊരെണ്ണം മേടിച്ചതാണ്. ഇതിൽ എനിക്ക് ഇവരുടെ മാംഗോയും പിസ്തയും പിന്നെ എക്ലേഴ്സും വലിയ കുഴപ്പമില്ല. ഇതിൽ 3 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ഈ മാംഗോ ടിഷ്യൂ ഈ മാംഗോ ആക്ച്വലി ഇനിഷ്യൽ ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഭയങ്കരമാണ്. നല്ല ആൽക്കഹോൾ, അത് മറ്റൊരു മാത്രമല്ല, ഇതിന് ഇനിഷ്യൽ ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഭയങ്കരമാണ്. പക്ഷേ ഇത് ഡ്രൈ ഡൗൺ കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല രീതിക്ക് മാംഗോയുടെ സ്മെല്ല് വരും ഇതിൽ. ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഉണ്ട് ഇവർക്ക്, ആ ഒരു പ്രോബ്ലം ഉണ്ട്. ലൈക്ക് ആൻഡ് ഇതിൽ ആക്ച്വലി ഇവരുടെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലെറ്റ് മീ സീ, ഇവിടെ എക്ലേഴ്സ് എനിക്കിഷ്ടമാണ്. കാരണം എക്ലെയർ കാരമൽ, നമ്മുടെ പണ്ട് സ്കൂൾ ബർത്ത്ഡേക്കൊക്കെ പിള്ളേർ കൊണ്ടുവരുന്ന മുട്ടായില്ലേ, 1 രൂപയുടെ 2 രൂപയുടെ എക്ലേഴ്സ്, അത് എനിക്ക് ഓർമ്മ വരും. പെർഫ്യൂംസ് ആർ ഓൾ അബൌട്ട് നൊസ്റ്റാൾജിയ ഫോർ മീ, ഐ തിങ്ക്, അറ്റ്ലീസ്റ്റ് ഫോർ മീ. അതുകൊണ്ടാണ് ഈ പിസ്ത എന്ന് പറയുന്നത് ഇതിൽ പോലും അടിക്കേണ്ട, എയറിൽ കയറിയത് എനിക്ക് ഈ സ്മെൽ എനിക്ക് ഓക്കെയാണ്. കാരണം നമ്മുടെ ഈ പിസ്ത പൊടിച്ച് എടുക്കുമ്പോഴത്തേക്കുള്ളൊരു മണമല്ലേ, കുറച്ച്, അതായത് ക്രീമി പിസ്ത അല്ല, ബട്ട് ഒരു പൗഡർ പിസ്ത സ്മെല്ലുണ്ടല്ലോ, ജലാട്ടോ പിസ്ത എന്നാണ് എഴുതിയിരിക്കുന്നത്, വാക്യത്തിറപ്പോയി. എനിവേ അങ്ങനത്തെ ഒരു സ്മെല്ലാണ്, അതും ആക്ച്വലി നല്ലതാണ്. ആൻഡ് ദെൻ ദർ ഈസ് ക്രീം വനില, ദിസ് ഈസ് ഓക്കെ. നിങ്ങൾക്ക് ചോക്ലേറ്റ് ക്രീം അങ്ങനെയൊക്കെയുള്ളത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫൈൻ. ഇത് ആക്ച്വലി മേ ബി വൺ മൈ ലൈക്ക്, ബട്ട് എനിക്ക് എന്താ പറയുന്ന ഒരു സിറപ്പി ടേസ്റ്റല്ല സോറി സ്മെല്ലാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഒരു സിറപ്പി ഫീൽ വരും. ബട്ട് അതുകൊണ്ട് ഉള്ളൊരു പ്രോബ്ലം ഒഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നോട്ട് ബാഡ്, ബട്ട് ഹൈലി റെക്കമെൻഡഡ് ആണോ എന്ന് വെച്ചാൽ അല്ല ഇവരുടെ പെർഫ്യൂംസ്. ബട്ട് ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഗോർമോണ്ട് പെർഫ്യൂം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ട്രൈ ദിസ് ഓസ ഗോർമാണ്ട്. ബട്ട് നിങ്ങൾക്ക് കുറച്ച് സിറ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, അവരുടെയും ഡിസ്കവറി ഞാൻ മേടിച്ചത്. ഈ ഡിസ്കവറിയിൽ ഞാൻ എല്ലാത്തിനും എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്കവറി ആദ്യം മേടിക്കുന്നത്. ഇവരുടെ മാംഗോ ഉണ്ട്, നമ്മുടെ പണ്ട് മാംഗോ ബൈറ്റ് മുട്ടായില്ലേ, ഇത് ആക്ച്വലി മാംഗോ ബൈറ്റ് മീൻ തന്നെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ് മീ സീ, ഈ മാംഗോ പഴയ ഇതിലും ചെറിയ മറ്റേൻ്റെ അത്ര ഇല്ല, ബട്ട് ചെറിയൊരു ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഇനിഷ്യലി വരും. പക്ഷേ ആ മാംഗോ ബൈറ്റ് മുട്ടായി ഉണ്ടല്ലോ, അതിൻ്റെ സ്മെല്ല് അതേ കണക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ മാംഗോ ബൈറ്റ് മുട്ടായി, എനിക്ക് ഇത് അടിക്കുന്നതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ എനിക്ക് ആ മാംഗോ ബൈറ്റ് മുട്ടായിയുടെ ടേസ്റ്റ് വായിൽ കിട്ടും. ആൻഡ് ദിസ് ഈസ് നോട്ട് എ കോസ്റ്റ്ലി പെർഫ്യൂം. ഐ തിങ്ക് ഈ ഫുൾ സെറ്റും കൂടെ 500-600 കണ്ടാണ് എനിക്കായത്. സോ ഇതിൻ്റെ 2 പെർഫ്യൂമൊക്കെ വരുന്ന 50 ml ഓർ 50 ml ഓർ സോ നിങ്ങൾക്ക് ഒരു അണ്ടർ 500 വരും. ഇറ്റ്സ് നോട്ട് ആൻ എക്സ്പെൻസീവ് പെർഫ്യൂം, ബട്ട് സിറയുടേത് ബെറ്റർ ദാൻ ഓസാൻ. ഇതൊരു ഗോർമോൺ ടൈപ്പ് അല്ല, പക്ഷേ ഇവരുടെ ഇതും ഈ സ്മെൽ ദ മണി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ടീഷർട്ട്
സ്മെൽ ദ മണി. എനിക്ക് കുഴപ്പമില്ല, കുറച്ചൊരു സിറപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഒരു റാസ്ബെറി, സിന്തറ്റിക് റാസ്ബെറി പോലത്തെ ഒരു സ്മെല്ലാണ്. ആൻഡ് ദെൻ ദർ ഈസ് സ്റ്റോൺ സ്കൈ. ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അവരുടെ സ്റ്റോൺ സ്കൈ. കൊള്ളാം. പ്യുവർ നൈറ്റ് വൈബ്. നൈറ്റ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ആൻഡ് സ്കൈ നല്ല സാധനമാണ്. ഇത് സ്റ്റോളൻ കേസും വലിയ. ഇതിൻ്റെ അകത്ത് എനിക്ക് സ്മെൽ ദ മണി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നിലും അത്രയും സിന്തറ്റിക് ഫീല് വന്നിട്ടില്ല ഇവരുടെ സിറയിൽ. ബട്ട് സ്മെൽ ദ മണി ഈസ് വെരി സിന്തറ്റിക് റാസ്ബെറിയാണ്. സ്റ്റോളൻ കേസ് ആക്ച്വലി ഗുഡ്. നല്ല ഫ്ലവറി ഫ്രൂട്ടി മിക്സ് ആയിട്ടുള്ള, പക്ഷേ പൗഡർ ഡൗൺ സ്മെല്ലാണ്. കുറച്ച് പൗഡറിയാണ്. ഡ്രൈ ഡൗണിൽ പൗഡറി ആവും ഇത്. അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത്യാവശ്യം നല്ലതാണ്. ഐ ആം റഷിങ് എന്ന് തോന്നുന്നു എനിക്ക്, ബിക്കോസ് വേറെ ഒന്നുമില്ല. ഇത്രയും പെർഫ്യൂം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ ഫോർ മീ ടു, എന്താ പറയുന്നത്, എനിക്കിരുന്ന് സംസാരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് കേൾക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. എനിവേ നമുക്ക് ബാക്കിയുള്ളതിലോട്ട് പോകാം. ഇത് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. കാൾഡൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വെറോണിക്ക. ഇത് വൈ ഐ ലൈക്ക് ദിസ് ഈസ് ഇവരുടെ നല്ലൊരു, അതായത് നമ്മൾ ഡ്രസ്ബെറി നേരത്തെ പറഞ്ഞില്ലേ, ഡ്രസ്ബെറിയുടെ പെർഫ്യൂമിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലും നല്ലൊരു ആ ഒരു ഫ്രൂട്ടിനെസ് ഉണ്ടല്ലോ. അതായത് കുറച്ചൊരു എന്താ പറയുന്നത്, ഗ്രേപ്പ് ഫ്രൂട്ട് ഉണ്ടല്ലോ. നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് ഒരു ബബിൾ ഗമി ഗ്രേപ്പ് ഫ്രൂട്ട് സ്മെല്ലുണ്ടല്ലോ, അതാണ്. നല്ല രസമുള്ളൊരു സ്മെല്ലാണ്. ആൻഡ് ആക്ച്വലി വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഈസി ഓൺ ദ നോസ് അങ്ങനത്തെ ടൈപ്പാണ്. ബോട്ടിൽ നല്ല രസമുണ്ട്. ക്യാപ്പ് മാത്രം വലിയ സ്ട്രോങ് അല്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഐ വുഡൻ വലിയ കംപ്ലയിൻറ്റ് ഒന്നും ഞാൻ പറയില്ല. കാരണം ഇത് വേറെ എല്ലാ സൈഡിലും ഇപ്പോൾ ഒരു 400-500 ആണെങ്കിലും മിന്ത്രയിൽ ഇപ്പോൾ ഓഫർ കിടക്കുന്നുണ്ട്. ഐ തിങ്ക് അറൗണ്ട് 250 ഓർ 275, അണ്ടർ 300 എന്തായാലും 250 എബോയ്ക്കോ അല്ലെങ്കിൽ അണ്ടർ 300 നിങ്ങൾക്ക് ഈ പെർഫ്യൂം കിട്ടും. അണ്ടർ 300 ഇത് ആക്ച്വലി നല്ലൊരു പെർഫ്യൂമാണ്. ഡീസൻറ്റ് ലാസ്റ്റിംഗ്. ഒരു 3 to 4 hours ഇറ്റ് വിൽ ലാസ്റ്റ് ഈസിലി. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ 3 to 4 hours. ആൻഡ് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഇത് ബാഗിൽ വളരെ ചെറിയ പെർഫ്യൂമാണ്. 50 ml ആണ്. ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്യാം. സിമ്പിൾ, വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സാണ്. ഒരുപാട് പ്രോബ്ലമാറ്റിക് നോട്ട്സോ അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള നോട്ടോ അങ്ങനെയൊന്നുമല്ല. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള പെർഫ്യൂമാണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് സിമ്പിൾ, ഗോ ഫോർ ദിസ്. എനിക്ക് അടിച്ചതിൽ ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ട, അത് ഇതുവരെ ഞാനിപ്പോൾ കാണിച്ചില്ല, എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുള്ളൂ. അതായത് ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോഴും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴും എല്ലാം ലാസ്റ്റിംഗ് ഇതുവരെ ഞാൻ കാണിച്ചതിൽ ഐ വുഡ് സേ ബ്ലാബ്ലി ബ്ലൂവിനായിരിക്കും ഏറ്റവും കൂടുതൽ ലാസ്റ്റിംഗ് വരുന്നത്. പക്ഷേ പ്രൈസ് വെച്ച് എനിക്ക് പേഴ്സണലി ഐ വുഡ് ഗോ ഫോർ ദിസ്. എനിവേ, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ബ്രാൻഡിൻ്റെ അകത്ത് തന്നെയുള്ള കാൾട്ടൺ ഓവർ റോസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊരു 750 ആ റേഞ്ചിലൊക്കെ വരും. ബട്ട് ഇതൊരു 500 ഓഫറിലൊക്കെ വരാൻ ചില സമയത്ത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ലാഭമുള്ള പെർഫ്യൂമാണ്. ബട്ട് 750 to 1000 ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് വരുന്ന പ്രൈസ്. കാൾട്ടൺ ലണ്ടൻ്റെ ഓവർ റോസ്. ഈ ഒരു സാധനം ആക്ച്വലി ഇറ്റ്സ് റിയലി ഗുഡ് പെർഫ്യൂം. അതുപോലെ തന്നെ LF ഷുഗർ ബേബി ഈസ് ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടെയാണ്. കാരണം നേരത്തെ പറഞ്ഞില്ലേ മറ്റേ പിസ്താഷ്യോ സ്മെല്ലെന്ന് പറഞ്ഞില്ലേ. ലെറ്റ് മീ ഷോ യു ദിസ്. ഇനി അടിക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ലല്ലോ. നമുക്ക് ആൽക്കഹോൾ ബ്ലാസ്റ്റ് LF ഫ്രഞ്ചിനുണ്ട്. ലാ ഫ്രഞ്ചിന് ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഉണ്ട്. പക്ഷേ ഇനിഷ്യൽ ആൽക്കഹോൾ ബ്ലാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഷുഗറി പിസ്താഷ്യോ അടിപൊളി സാധനമുണ്ട്. ആ ഇനിഷ്യൽ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റിംഗ് ഈസ് ഡീസൻറ്റ്. 3 to 4 hours. അഗെയിൻ ഫോർ 300-350 എന്നും കിട്ടും. 300-350 ഒരു 300-350 ഈ പെർഫ്യൂം ഈസ് നല്ല രീതിക്ക് വർത്തായിട്ടുള്ളൊരു പെർഫ്യൂമാണ്.
ഇത് ആക്ച്വലി ഉള്ളതിൽ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനിത് പറയാം. ഇത് ബേസിക്കലി എന്ത് പറയണം, ഇതിൻ്റെ അകത്ത് പറഞ്ഞ കണക്ക് സാഫ്രോൺ ഓറഞ്ച് ഹണി നോട്ടാണ് വരുന്നത്. ബ്ലാബ്ലി ബ്ലൂവിൻ്റെ ബാക്കി 2 പെർഫ്യൂമും അല്ലാതെ ഇത് ഞാൻ പറയാനുള്ള കാര്യം തന്നെ, ഈ 100 ml എനിക്ക് കിട്ടിയത് 250-260 റുപ്പീസ് അങ്ങാണ്ടാണ്, 270 ഐ ഗസ്, 270 റുപ്പീസാണ് ഓഫറിൽ കിട്ടിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഫോർ വുമൺ നിങ്ങൾക്കൊരു 300 റുപ്പീസ്, ഇതൊരു 350 കിട്ടിയാൽ എടുത്തോ. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, ഈ കോട്ടൺ കേസസിന് മൊത്തത്തിൽ ബ്ലാബ്ലി ബ്ലൂവിൻ്റെ പ്രോബ്ലമാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ലീക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു ആറ്റമൈസറിൽ നിന്ന് നമ്മളൊരു 4 സ്പ്രേ ഈ സ്പ്രേയറിൽ നിന്ന് അടിച്ചു കഴിയുമ്പം 4 പടന്നും ലീക്കാവും, കയ്യിൽ മൊത്തമാവും. ഇത് ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര സംഭവമൊന്നുമല്ല. ഇതിൽ സാഫ്രോൺ ഓറഞ്ച് ഹണിയാണ് പറയുന്നത്. ഇതിൽ ഓറഞ്ചിൻ്റെ പച്ച ഓറഞ്ചിൻ്റെ ഓറഞ്ച് പീലിൻ്റെ സ്മെല്ലാണ്. ആക്ച്വലി ഓറഞ്ചിൻ്റെ സ്മെല്ലല്ല ഇതിൽ, ഓറഞ്ച് പീലിൻ്റെ സ്മെല്ല് വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് ഹണി. അതും ഒരു സിന്തറ്റിക് ഹണി ഫീൽ വൈബാണ്. അതിൻ്റെ അത് സാഫ്രോൺ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മേ ബി നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയുക. ഇനി ഞാൻ സാഫ്രോണിനോട് നോസ് ബ്ലൈൻഡ് ആയതാണോ എന്ന് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അകത്ത് എനിക്ക് സാഫ്രോൺ കിട്ടിയിട്ടില്ല. ഓവറോൾ ഇഫ് യു ഗെറ്റ് ദിസ് ഫോർ ഈവൻ 350, 375 ആ റേഞ്ചിന് കിട്ടിയാലും 100 ml ഇത് ധൈര്യമായിട്ട് എടുത്തോ, ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് ഓക്കെ. 300-350 നിങ്ങൾക്ക് അത്യാവശ്യം കുറേ നാൾ യൂസ് ചെയ്യാം, ലാസ്റ്റ് ചെയ്യും. ഐ മീൻ ബോഡി ക്ലോസ് ടു ബോഡി ഇത് ഒരു 8 hours കിടക്കും. 6 to 8 hours, 5 to 8 hours ഐ ഗസ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലൈമറ്റ്. 5 to 8 hours നിങ്ങൾക്ക് ഇത് കിടക്കും. ഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ 24 hours, അപ് ടു 24 hours, 18 to 24 hours നിങ്ങൾക്ക് ഇത് കിടക്കും. ഒരുപാട് ഇതിൻ്റെ ഒരു ഗുണം ഞാൻ അടിച്ചു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തതാണ്, സ്വെറ്റ് അധികം മിക്സായിട്ട് മറ്റേ വൃത്തികെട്ട സ്മെല്ല് ഇതിൽ നിന്ന് വരുന്നില്ല. മൊത്തത്തിൽ ബ്ലാബ്ലി ബ്ലൂവിൻ്റെ പ്രോഡക്ട്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ബോണ്ട് സ്റ്റാൻഡേർഡിൽ നിന്ന് അടിച്ചു മാറ്റുകയാണെങ്കിലും അവരുടെ അകത്തുള്ള സാധനം കമ്പാരിറ്റീവ്ലി ഈ റേഞ്ചിൽ വരുന്ന കുറേ എന്താ പറയുക, ഒരു 350-500 റേഞ്ചിനകത്ത് നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമില്ലാത്ത സാധനമാണ്. 1000 രൂപ കൊടുത്ത് കിട്ടുന്ന ചില ബ്രാൻഡുണ്ട്, ഞാൻ എൻ്റെ 2 വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതൊക്കെ വരുന്ന വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് മച്ച് ബെറ്റർ, ബട്ട് നോട്ട് സെയിങ് ദാറ്റ് ദിസ് ഇസ് ദ ബെസ്റ്റ്. വേറെ ഓപ്ഷൻസ് ഉണ്ട്. ബ്ലാബ്ലി ബ്ലൂവിൽ ഓൾഡ് മണി പിന്നെ മൈ വിങ് മാൻ ആണ് മൈ ഫേവറേറ്റ്. ലൗഡ് റങ്ക് ഈസ് ഓക്കെ. ഇപ്പം എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന യൂണിസെക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ലൗഡ് റങ്ക്. പക്ഷേ അതർവൈസ് വേറൊരു സാധനവും അങ്ങനെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊന്നും അവരുടെ ഊത് പോലും ഞാൻ അധികം സജസ്റ്റ് ചെയ്യത്തില്ല. ഭയങ്കര സിന്തറ്റിക് ഊതിൻ്റെ സ്മെല്ലാണ് അവർക്ക്, കുറച്ച് കെമിക്കലി സ്മെല്ല് പലതിനും വരുന്നുണ്ട്. പിന്നെ മിക്കവാറുള്ള ബാക്കിയുള്ള സ്പ്രേയൊക്കെ ഏകദേശം ജനറിക് ആയിട്ട് ഫീൽ ചെയ്യും. കുറച്ച് വ്യത്യാസമുള്ള പെർഫ്യൂംസാണ് ഞാനിപ്പം പറഞ്ഞത്. ആൻഡ് വേറെ ഇത് കാൾട്ടൻ്റെ ഓവർ റോസ്. ഇത് ആക്ച്വലി എനിക്ക് നല്ല ക്വാളിറ്റി പെർഫ്യൂം എന്ന് പറയത്തില്ലേ, ആ സാധനമാണ്. റോസുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നിങ്ങൾ അടിക്കുന്ന സമയത്ത് പ്രൈമറി നോട്ട് റോസ് തന്നെയാണ് വരുന്നത്. ആ റോസിൻ്റെ സ്മെല്ല് ഡ്രൈഡ് ഔട്ട്, അതായത് ഇതിൻ്റെ അകത്ത് നേരത്തെ ഇതിൽ ചെറിയ രീതിയിലൊരു ആൽക്കഹോൾ ബ്ലാസ്റ്റ് വരും വെറോണിക്കയിൽ, വളരെ ചെറുത്, വളരെ മൈൽഡാണ്. ഈ എലഫൻറ്റിൽ ഒന്നും അത്ര വരത്തില്ല, പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ വരും. പക്ഷേ ഈ ഓവർ റോസിൽ മേ ബി കുറച്ച് എവിടെയൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പെർഫ്യൂമിൻ്റെ ആ ഒരു സാധനം, അതായത് നമുക്കൊരു സിന്തറ്റിക് സാധനം കിട്ടുമെന്നല്ലാതെ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഏതാണ് ആൽക്കഹോൾ ബ്ലാസ്റ്റ് കിട്ടത്തില്ല. പെർഫ്യൂം എല്ലാം കൊണ്ട് മണ്ടയ്ക്ക് എനിക്ക് ക്ലിക്കായോ എന്നൊരു ഡൗട്ടുണ്ട്. എനിവേ കാൾട്ടൺ ലണ്ടൻ്റെ ഓവർ റോസ് ഞാൻ എവിടെ ഇത് പറഞ്ഞു നിർത്തിയ ഓവർ റോസ് കാൾട്ടൺ ലണ്ടൻ ഓവർ റോസിൻ്റെ റോസ് പെർഫ്യൂം. മൈ ബാഡ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് വരുമ്പോഴത്തേക്കും ഫ്രഷ് റോസസ് ഉണ്ടല്ലോ, ഫ്രഷ് റോസസ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ റോസ് വാട്ടർ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി റോസ് വാട്ടറിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. നിങ്ങളിത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹൗ ഡു ഐ സേ ദിസ്, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പം നല്ല റോസ് വാട്ടർ വിത്ത് കുറച്ച് ചന്ദനം ഒക്കെ വരുമ്പോഴത്തേക്കുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള വെർഷൻ. ഭയങ്കര സിന്തറ്റിക് അല്ല, ചെറിയൊരു പൗഡറി ഫീലുണ്ട്. പൗഡർ ഡൗൺ എഫക്റ്റ് വരും നിങ്ങൾക്ക്, ഇത് ഡ്രൈ ഡൗണിൽ കുറച്ച് പൗഡർ എഫക്റ്റ് വരും.
എനിവേ പെർഫ്യൂമിൻ്റെ മണമൊക്കെ അടിച്ച് ഞാൻ അത്യാവശ്യം നല്ല കിക്കായെന്ന് തോന്നുന്നു. പോകുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ടൊരു കാര്യം കൂടെ പറയാം. EM5ൻ്റെ ഫ്ലോറൽ കളക്ഷൻ. ഇതിൻ്റെ ഞാൻ ഇവരുടെ ഡിസ്കവറി സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. EM5ൻ്റെ പെർഫ്യൂംസ് ഒരു 799 600 to 799 റേഞ്ചിലൊക്കെ വരുന്ന 499 ബട്ട് 799 ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 to 799 വരെ ഉള്ള ഈവൻ 800 വരെ ഉള്ള സാധനങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഒരു 50 to 100 ml ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. സോറി ദാറ്റ്സ് നോട്ട് ഓക്കെ. 50 ml ആണോ 100 ml ആണോ വരുന്നതെന്ന് ഞാൻ നോക്കിക്കോട്ടെ ഒരു സെക്കൻഡ്. EM5ൻ്റെ ലെറ്റ് മി ചെക്ക്. EM5ൻ്റെ 50 ml ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 499 ഒക്കെ ഈസ് ഗുഡ് ഇനഫ്. 100 ml ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ml ആണ്. ചില പെർഫ്യൂംസൊക്കെ അവരുടേത് 50 ml ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 100 ml വരുന്നത് അവരുടെ ഓൺ സാധനങ്ങളുണ്ട്, ഭൈരവയൊക്കെ പോലെ അതൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ 50 ml ആണ്. 50 ml 799 ഒക്കെ വരുന്നത് നോട്ട് ബാഡ് ബിക്കോസ് ഇവരുടെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്കൊരു ഇതിൻ്റെ അകത്തൊരു 5 എണ്ണം ഉണ്ട് സെൻട്രൽ പ്രൊഫൈൽ. ഇത് ഞാനൊന്നും പറയുന്നില്ല, ഈ പാക്ക് വാങ്ങിയ വലിയ കോസ്റ്റില്ല. നിങ്ങളിത് മേടിച്ച് നോക്കുക ആൻഡ് യൂസ് ഇറ്റ്. പേഴ്സണലി യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒറ്റയടിക്ക് യൂസ് ചെയ്യരുത്. വാങ്ങിക്കുക. ഐ തിങ്ക് 2 ml ആണ്. നിങ്ങൾക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്തുണ്ട്. 399 എങ്ങാണ്ടേ ഉള്ളൂ ഇതിന് കോസ്റ്റ്. 5 നോട്ട്സ് ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കുക. ഇതിൽ ഒരെണ്ണം ഇതിൻ്റെ അകത്തൊരു 5 പെർഫ്യൂംസ് ഉണ്ട്. അതിൽ ലൈക്ക് എനിക്കിഷ്ടപ്പെട്ട മിഡ്നൈറ്റ് ഹിൽസ് എനിക്കിഷ്ടപ്പെട്ടാണ്. ആൻഡ് ദെൻ റോസ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഉണ്ട്. നീറോ നോട്ട് ബാഡ്. ക്യാരറ്റ് അല്ല. ഇതിൽ ഈ ടുഡേ നല്ല സിട്രസി ഫ്ലോറൽ ഫ്രൂട്ടി എല്ലാത്തിനുള്ള മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് രണ്ടുമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ബട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതും ട്രൈ ചെയ്യാം. വലിയ നഷ്ടമല്ല. 799 ആണെങ്കിൽ പോലും 50 ml ആണ്. 799 ആണെങ്കിൽ പോലും പുറത്താണ്, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. എനിവേ ഇപ്പോഴത്തേക്കും ഇത്രയൊക്കെ ഉള്ളൂ. വേറെ ഏതെങ്കിലുമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് സമയം പോകും. എനിക്കറിയത്തില്ല ഇപ്പം തന്നെ എത്ര സമയമായെന്ന്. ബട്ട് എനിവേ താങ്ക്സ് ഫോർ ബെയറിങ് വിത്ത് മീ. ഈ പെർഫ്യൂം അടിച്ച് കിക്കായതൊക്കെ ഞാൻ കളഞ്ഞിട്ട് പിന്നെ വരാം. ബൈ ബൈ, ടേക്ക് കെയർ.